നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതി അപ്പു എന്ന അഖിൽ ആണ് പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത അഖിലിനെ പിടികൂടിയത്. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. വിനോദ് ചേരുന്നു. വിനോദിലേക്ക് വരാം. എന്തായാലും അപ്പു എന്ന അഖിൽ ആ ദൃശ്യങ്ങളിലുള്ള ആ കല്ല് എടുത്ത് അഖിലിന്റെ ശരീരത്തെ ആഞ്ഞ് എറിയുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പു എന്ന അഖിലാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2 പേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. ഒരാളെ നേരത്തെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാപ്പകലാണ് കരമനയിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണമുറപ്പിക്കുന്നതിനായി നിരവധി തവണ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന കാഴ്ച അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യത്തിലുള്ള ആ കല്ലെടുത്ത് ദേഹത്തേക്ക് എറിയുന്ന അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ ആണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. എന്തായാലും ആ കൊലക്കേസിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. കൂടുതൽ 2 പേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. അതിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ അവരും പിടിയിലാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നത്. എന്തായാലും നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ചയാണ്, അവധിയാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കും, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അമ്മമാർക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. ഒപ്പം നഴ്സുമാർക്കും ആശംസകൾ നേരുകയാണ്. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.